everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വ്യക്തി നമ്മളോട് കാണിക്കുന്നത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമല്ല, ഫേക്ക് ആയിട്ടുള്ള ലവ് ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക? അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൃത്യമായുള്ള ഗൈഡൻസ് ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യാൻ സാധിക്കും. എനിവേസ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇങ്ങനെയുള്ള ആളുകളെ മനസ്സിലാക്കാനുള്ള ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള ഒരു സൈൻ എന്ന് പറയുന്നത് ഈ വ്യക്തികൾ ഒരുപാട് കള്ളങ്ങൾ പറയും എന്നുള്ളതാണ്. ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ കൺവിൻസ് ചെയ്യുന്നതിന് വേണ്ടിയോ ഒക്കെ ഒരുപാട് കള്ളങ്ങൾ പറയുന്നുണ്ടായിരിക്കും. സോ ഇത്തരത്തിൽ ഒരുപാട് കള്ളം പറഞ്ഞുകൊണ്ടാണ് ആ റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തി നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആ വ്യക്തി സത്യസന്ധമായിട്ടുള്ള ഒരു സ്നേഹമല്ല പ്രകടിപ്പിക്കുന്നത് എന്ന്. ഇതിനൊരു റീസൺ കൂടിയുണ്ട്. ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കള്ളത്തരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വളരെ ഓപ്പൺ ആയിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത്, അവർക്ക് എന്താണോ തോന്നുന്നത്, അത് ക്ലിയർ ആയിട്ട് പറയാനുള്ള ഒരു ഫ്രീഡം, സ്പേസ്, ഈ കാര്യങ്ങളൊക്കെ അവർക്ക് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ ഒരുപാട് കള്ളം പറഞ്ഞുകൊണ്ടാണ് ആ റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു കാര്യം മിസ്സിംഗ് ആണ്. സോ ഒരു വ്യക്തി ഫേക്ക് ആയിട്ടുള്ള ലവ് ആണ് പ്രകടിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് ഒരുപാട് കള്ളം പറഞ്ഞുകൊണ്ടായിരിക്കും ആ റിലേഷൻഷിപ്പിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ഈ സൈൻ മാത്രമല്ല, ഇനി പറയാൻ പോകുന്ന സൈനുകളൊക്കെ നിങ്ങൾക്ക് ഒരു വ്യക്തിയിൽ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം. രണ്ടാമത്തെ സൈൻ എന്താണെന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് അതൊരു പക്ഷെ നിങ്ങളുടെ ഒരു ഹോബി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഡ്രീം ചെയ്തുകൊണ്ടൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തുകൊണ്ടൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഗോളായിരിക്കാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ സന്തോഷം കിട്ടുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് അത് ചെയ്യണ്ട, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതൊന്നും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല, ഇത്തരത്തിൽ നിങ്ങളെ അത് ചെയ്യാൻ അനുവദിക്കാത്ത രീതിയിലാണ് ഈ വ്യക്തി കൂടുതലായിട്ടും പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമതായിട്ട് ആ വ്യക്തി കാണിക്കുന്നത് സത്യത്തിൽ ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൈൻ. കാരണം സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ വളരെ ജെന്യൂൻ ആയിട്ട് പ്രണയിക്കുന്ന ഒരു വ്യക്തി അവർ പ്രണയിക്കുന്ന ഒരു വ്യക്തിയുടെ സന്തോഷം ഒരിക്കലും തല്ലിക്കെടുത്തില്ല എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളൊന്നും നിങ്ങളെ ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് ഇത്തരത്തിലുള്ള വ്യക്തികളെ മനസ്സിലാക്കാനുള്ള രണ്ടാമത്തെ സൈൻ. 3, നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് ഗ്രോ ചെയ്യുന്നതിന് വേണ്ടി യാതൊരുവിധ എഫേർട്ടും അവരുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ അതാണ് മൂന്നാമത്തെ സൈൻ. കാരണം ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് അത് വളരെ ഹെൽത്തിയായി മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എഫേർട്ട് എന്ന് തന്നെ പറയാം. അതൊരു പക്ഷെ നിങ്ങളെ കാണാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് കണ്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പക്ഷെ അവർ വളരെയധികം ബിസി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കാം ഫോളോ ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനും നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അവൈലബിൾ ആകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള എഫേർട്ട് അവരുടെ ഭാഗത്തുനിന്നും വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതൊരു ജെന്യൂൻ ആയിട്ടുള്ള സ്നേഹമാണ്, അല്ലെങ്കിൽ അവർ നിങ്ങളോട് പ്രകടിപ്പിക്കുന്നത് ഒരു യഥാർത്ഥത്തിലുള്ള ഒരു സ്നേഹമാണ് എന്നുള്ളത്. പക്ഷെ ഇത്തരത്തിലുള്ള യാതൊരുവിധ എഫേർട്ടും അവരുടെ ഭാഗത്തുനിന്നും വരുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നു, കൃത്യമായിട്ടുള്ള യാതൊരുവിധ ഇൻഫോർമേഷനും തരുന്നില്ല, ഇങ്ങനെ വ്യക്തമല്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരിൽ നമുക്ക് എന്തോ ഒരു സംശയം തോന്നാനുള്ള സാധ്യത കൂടുതലാണ്. സോ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ യാതൊരുവിധ എഫേർട്ടും അവരുടെ ഭാഗത്തുനിന്നും വരുന്നില്ലെങ്കിൽ മനസ്സിലാക്കാം ആ വ്യക്തി പ്രകടിപ്പിക്കുന്നത് ഒരു ഫേക്ക് ആയിട്ടുള്ള ലവ് ആണ് എന്നുള്ളത്. ഇനി നാലാമത്തെ സൈൻ എന്ന് പറയുന്നത് ഒരു ദിവസം നിങ്ങളോട് വളരെയധികം സ്നേഹം പ്രകടിപ്പിക്കും, അടുത്ത ദിവസം യാതൊരുവിധ സ്നേഹമില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ, കുറ്റപ്പെടുത്തുന്ന രീതിയിൽ, ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്. അതായത് അവർ പ്രകടിപ്പിക്കുന്ന ഇമോഷൻസിൽ അല്ലെങ്കിൽ ഫീലിങ്സിലൊന്നും ഒരു സ്ഥിരതയില്ലാത്ത രീതിയിലാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ആ വ്യക്തി പ്രകടിപ്പിക്കുന്നത് ഒരു കപടമായിട്ടുള്ള സ്നേഹമാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം. കാരണം ഇങ്ങനെയുള്ള ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് അവർ സ്നേഹമാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആണ്, എന്നാൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ ഡിഫൈൻ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ മൈൻഡിൽ ആ റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ ആ വ്യക്തിയെ നിങ്ങളെ എങ്ങനെയാണോ കാണുന്നത് എന്നുള്ളത് പറയാനോ പ്രകടിപ്പിക്കാനോ ഒന്നും തയ്യാറാവില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ കൺസിസ്റ്റൻസി ഇല്ലാത്ത രീതിയിലാണ് കൂടുതലായിട്ടും പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ
അതാണ് ആ വ്യക്തി പ്രകടിപ്പിക്കുന്നത് ഒരു സത്യസന്ധമല്ലാത്ത പ്രണയമാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു കാര്യം. നെക്സ്റ്റ്, ഏതെങ്കിലും രീതിയിലുള്ള ഒരു വഴക്ക് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, അതല്ലെങ്കിൽ ചെറിയ വഴക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ബ്രേക്കപ്പ് ആകാം. അതല്ലെങ്കിൽ നിങ്ങളോട് 2-3 ദിവസം അല്ലെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും അവർ സംസാരിക്കാതെ കാണാതെ ഇരിക്കുന്നു. ആ ഒരു പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്യാനുള്ള യാതൊരുവിധ എഫേർട്ടും അല്ലെങ്കിൽ അതിനുള്ള ഒരു ആക്ഷനോ അതിനുള്ള താല്പര്യമോ അവർ പ്രകടിപ്പിക്കുന്നില്ല. എപ്പോഴും ഇങ്ങനെയുള്ള വഴക്കുകൾ ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യമാണ് ആ റിലേഷൻഷിപ്പ് നിലനിർത്തേണ്ടത് എന്ന രീതിയിലാണ് നിങ്ങൾക്ക് എപ്പോഴും അനുഭവപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ആ വ്യക്തി പ്രകടിപ്പിക്കുന്നത് ഒരു ഫേക്ക് ആയിട്ടുള്ള ലവ് ആണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു സൈൻ. സോ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ നിങ്ങളോട് എത്ര ദിവസം വേണമെങ്കിലും മിണ്ടാതിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു മനോഭാവം ഒട്ടും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു വൺ സൈഡഡ് ആയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് നെക്സ്റ്റ് സൈൻ. നെക്സ്റ്റ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് അനുഭവപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ പല പ്രവൃത്തിയിൽ നിന്നാണ് ഇതൊക്കെ അനുഭവപ്പെടുന്നത്. ഈ കാര്യങ്ങളൊക്കെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് അതൊന്നും അത്ര വലിയ കാര്യമല്ല, അല്ലെങ്കിൽ അതിനൊന്നും സീരിയസ് ആയി എടുക്കാതെ അതൊക്കെ നിങ്ങളുടെ ഓവർ തിങ്കിങ് ആണ് അല്ലെങ്കിൽ അതൊന്നും സത്യമല്ലാത്ത കാര്യമാണ് എന്ന രീതിയിൽ അതിനെയൊക്കെ സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ അതിനൊക്കെ ഒരുപാട് എക്സ്ക്യൂസ് കണ്ടെത്തിക്കൊണ്ട് അതൊന്നും ഓക്കെ ഇത് പ്രശ്നമാണോ എന്നുള്ളതൊന്ന് റീതിങ്ക് ചെയ്യാൻ പോലും ശ്രമിക്കാത്ത രീതിയിലാണ് അവർ കൂടുതലായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വീണ്ടും അതേ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അത്രയധികം ഒരു സീരിയസ്നെസ് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളോട് കാണിക്കുന്നത് വളരെയധികം സത്യസന്ധമായിട്ടുള്ള ഒരു പ്രണയമാണ്, സ്നേഹമാണ് എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളത്. കാരണം ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് അവർ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എന്നറിയുന്ന സമയത്ത് ഓക്കെ അത് സീരിയസ് ആയി എടുക്കുകയും നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടി ട്രൈ ചെയ്യുകയും ചെയ്യും യഥാർത്ഥത്തിൽ ഒരു സത്യസന്ധമായിട്ടുള്ള പ്രണയമാണ് എന്നുണ്ടെങ്കിൽ. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആ വ്യക്തി നിങ്ങളോട് കാണിക്കുന്നത് ഒരു ഫേക്ക് ആയിട്ടുള്ള ലവ് ആണ്, കപടമായിട്ടുള്ള സ്നേഹമാണ്, അതൊരു യഥാർത്ഥത്തിലുള്ള ലവ് അല്ല എന്നുള്ളത്. ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേർഡ് ആയി കഴിഞ്ഞാൽ പലപ്പോഴും ഈ വൺ സൈഡഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന വ്യക്തി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ടൈം ആൻഡ് എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ വ്യക്തി ഉണ്ടായിരിക്കും. ആ വ്യക്തി ഒരുപാട് കമ്മിറ്റഡ് ആയിട്ടായിരിക്കാം ആ റിലേഷൻഷിപ്പിലേക്ക് കാണുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ആ വ്യക്തിക്കായിരിക്കും കൂടുതലായിട്ടും വിഷമം വരാനുള്ള സാധ്യത. സോ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഏർലി സ്റ്റേജിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമായി മാറും എന്നുള്ളത് ഉറപ്പാണ്. ബിക്കോസ് നമ്മുടെ ടൈം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ തന്നെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരുമിച്ച് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അതൊരു ഫേക്ക് ആയിട്ടുള്ള ലവ് ആണ്, അല്ലാതെ സത്യസന്ധമായിട്ടുള്ള ഒരു പ്രണയമല്ല എന്നുള്ളത്. എനിവേസ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.